പവർ ഓഫ് സബ്മിഷൻ, സമർപ്പണത്തിൻ്റെ ശക്തി. സമർപ്പണം എന്നുള്ള അല്ലെങ്കിൽ സബ്മിഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം the action or yielding to a superior force or to the will or authority of another person. അതായത് നമ്മളെക്കാട്ടിലും ഉന്നത പദവിയിൽ അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ഒരു മുകളിൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉയർന്ന ആളുകളുടെ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ നിയോഗപ്രകാരം നമ്മൾ പ്രവർത്തിക്കുക. അപ്പം നമ്മളില്ല, നമുക്ക് നമ്മുടേതായിട്ട് പ്രവർത്തിക്കാൻ അധികാരമില്ല. അപ്പോൾ സബ്മിഷൻ ഈസ് എ സ്റ്റേറ്റ് in which people can no longer do what they want to do because they have been brought under the control of someone else. അതായത് നമ്മളെ തന്നെ വേറൊരാൾ വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു. അതിനാൽ എനിക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനൊക്കത്തില്ല. അതിന് സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എസ്തേറിൻ്റെ ബുക്കിൽ ഈ രാജാവ് ഔസ്രേസ് രാജാവായിരുന്ന കാലത്ത് വസ്തി എന്ന സ്ത്രീയാണ് ആദ്യത്തെ ഭാര്യ. സകല സൗകര്യങ്ങളും സുഖമായിട്ട് ജീവിച്ച് അവളാണ് അങ്ങേയറ്റത്തെ സുന്ദരിയുമായിരുന്നു. അങ്ങനെയുള്ള അവളെ രാജാവ് ഏകദേശം 180 ദിവസത്തോളം വലിയ ഫീസ്റ്റ് നടത്തുകയാണ്. ഈ വലിയ വിരുന്ന് നടത്തുമ്പോൾ പകുതി സമയം രാജാവിന് ബോധമില്ല, കള്ളു കുടിച്ച്. ലാസ്റ്റ് ഡേയിൽ അങ്ങേയറ്റത്തെ സെലിബ്രേഷൻ. ആ സമയമായപ്പോൾ രാജാവിനൊരാഗ്രഹം തോന്നി, ഞാൻ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ഇവരെയെല്ലാം ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ പല 127 പ്രൊവിൻസാണുള്ളത്. ഇന്ത്യ രാജ്യമൊക്കെ അതിനകത്ത് വരും. ഈ രാജ്യത്തിലുള്ള എല്ലാ പ്രമാണികളും വലിയ ആളുകൾ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ മുമ്പിൽ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി വസ്തി രാജ്ഞിയെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് എസ്തറിൻ്റെ ആദ്യത്തെ പേജിൽ, ഫസ്റ്റ് ചാപ്റ്റർ. വസ്തി രാജ്ഞി കടന്നു വരുന്നില്ല. അപ്പോൾ കടന്നു വരാഞ്ഞപ്പം രാജ്ഞിക്ക് രാജ്ഞിയുടേതായിട്ടുള്ള വേറെ പാർട്ടി നടത്തുന്നുണ്ട്. അവിടെ നീ കള്ളു കുടിച്ചിരിക്കുന്ന ഭർത്താവ് വിളിച്ച ഉടനെ പോകേണ്ട യാതൊരു ആവശ്യം ഒരു കണക്കിലില്ല. അവർ വന്നില്ല എന്നുള്ളത് തന്നെയല്ല, വരാഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കിയാൽ ഇവിടെയാണ് നമ്മൾ ഈ സബ്മിഷൻ്റെ കാര്യം അറിയുന്നത്. ഈ രാജാവ് നല്ലവനൊന്നും അല്ല, കൂടെ നിൽക്കുന്നവരൊട്ടും നല്ലതല്ല. അങ്ങനെ ഇരിക്കെ രാജാവിനൊരു ബോധം തോന്നി, എന്താണ്, എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണിക്കുക. രാജാവ് ആളയച്ച് വിളിപ്പിച്ച്, ഷണ്ണന്മാരെ വിളിപ്പിച്ചപ്പം രാജാവ് വിളിച്ചു, എങ്ങനെയാണ്, അവൾ സുമുഖി, അത് നമുക്ക് വായിക്കാം. വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പന കൊടുക്കുകയാണ്. അവൾ സുമുഖിയായിരുന്നു, എന്നാൽ ഷണ്ണന്മാർ മുഖാന്തര അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ച്. എങ്ങനെയുണ്ട്? ദിസ് ഈസ് ഇറ്റ്. വിളിച്ചത് ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ ഇവൻ കള്ളുകൂടി തന്നെ നമ്മളാണേലും ചിലപ്പം പോകത്തില്ല. പക്ഷേ അവൻ്റെ എന്ത് സംഭവിച്ചു? അവൾ പോയില്ല. രാജാവിന് ദേഷ്യം വന്നിട്ട് അങ്ങേയറ്റത്തെ ദേഷ്യം വന്നെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് രാജ കോപിച്ചെന്ന്, അവൻ്റെ കോപം ഉള്ളിൽ ജ്വലിച്ചു. ഈ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കുറേ പേരുടെ പേര് ഇതിട്ടുണ്ട്. കർശന്ന, ഷേദാൻ, മെമുഖാൻ എന്നിങ്ങനെ കുറേ പേരുണ്ട്. പാസിയിലെയും മേധയിലെയും 7 പ്രഭുക്കന്മാർ അവനോടുകൂടെ അടുത്തിരിപ്പുണ്ട്. ഇവരെല്ലാം അടുത്തിരിപ്പുണ്ട്. എന്ത് സംഭവിക്കുന്നു? രാജധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ഈ വിദ്വാൻമാരോട് രാജാവ് ഷണ്ണന്മാർ മുഖാന്തരം അകശേഷ രാജാവ് അയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായതുകൊണ്ട് രാജധർമ്മപ്രകാരം അവളോട് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ അവർ ബുദ്ധിമാനെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് രാജാവ് ചോദിക്കുകയാണ്, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്നെ നാണം കിട്ടും. ദിസ് ഈസ് ദ പവർ ഓഫ് സബ്മിഷൻ. ഈ സബ്മിസീവ് സ്പിരിറ്റ് ആയിരുന്നു എങ്കിൽ അയാൾ കള്ളു കുടിച്ച എന്തെങ്കിലും അയാൾക്കൊരു പദവിയുണ്ട്, രാജാവ് എന്ന പദവി. ആ പദവി അവൾ ഓർത്തിരുന്നു എങ്കിൽ വസ്തിരാജ്ഞി അത് മറക്കാതെ വന്നേനെ. ദാറ്റ് ഈസ് ബിക്കോസ് യു ആർ ദ വൈഫ് ഓഫ് ദ കിങ്. ഭർത്താവ് പറയുമ്പോൾ രാജകൽപ്പന അനുസരിക്കേണ്ടത് പ്രോട്ടോക്കോളാണ്, ഇത് ചെയ്തേ ഒക്കത്തുള്ളൂ. അയാൾ കള്ളുപിടിച്ചോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നില്ല അവിടെ. ദാറ്റ് ഈസ് യു കനോട്ട് ക്വസ്റ്റ്യൻ. യു ആർ ബോട്ട് ബൈ ദ കിങ്. അങ്ങനെയാണത്തെ കൾച്ചർ. അതാണ്. അങ്ങനെയുള്ളപ്പോൾ എന്ത് സംഭവിച്ചു? ദാറ്റ് ഈസ് റിയലി ടെറിബിൾ ഇല്ലേ? അങ്ങനെ ഇപ്പോൾ ഈ രാജാവിനെക്കാട്ടി കഷ്ടം തോന്നി, ദുഃഖം തോന്നി, പ്രയാസം തോന്നിയതും കൂടെയുള്ളവർക്ക് മെമുഖാൻ ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. മെമുഖാൻ എന്ന് പറഞ്ഞ ഒരു
പ്രഭുവാണ്. രാജാവിനോട് ഉത്തരം പറഞ്ഞു. വസ്ഥിരാജ്ഞി രാജാവിനോട് മാത്രമല്ല, അഹസ്വേരോസ് രാജാവിൻ്റെ സർവ്വസംസ്ഥാനങ്ങളിലും സർവ്വപ്രഭുക്കന്മാരും ജാതികളും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹസ്വേരോസ് രാജാവ് വസ്ഥിരാജ്ഞിയെ തൻ്റെ മുമ്പായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറെ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാര്യമാർ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് രാജ്ഞിയുടെ പ്രവൃത്തി കേട്ടാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് രാജാവിന് സമ്മതമെങ്കിൽ വസ്ഥി ഇനി അഹസ്വേരോസ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കണം. എങ്ങനെയുണ്ട്? രാജാവിനെക്കാട്ടി പ്രശ്നം കൂടെ നിന്ന പ്രഭുക്കന്മാർ. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർ ശരിയുള്ളവരല്ല എങ്കിൽ സംഗതി കുഴപ്പമാണ്. ചൂസ് ദ കറക്റ്റ് ഫ്രണ്ട്സ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെ തിരഞ്ഞെടുക്കാൻ പഠിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിക്കുമ്പോൾ ദൈവത്തെ അറിയുന്നവരെ തിരഞ്ഞെടുക്കണം. അതല്ലെങ്കിൽ കിടന്നുകൊണ്ട് ശ്വാസം മുട്ടും. പിന്നെ ദൈവം കരുണ തോന്നി കൃപ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ എന്തൊരു കഷ്ടപ്പാടാണ്. തൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് ഒരു സബ്മിസീവ് സ്പിരിറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. രാജകൽപ്പന അനുസരിക്കാത്ത രാജ്ഞി പദവി പോയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പൊന്നുമക്കളാണെന്ന് ദൈവം ഒരിക്കലും അനീതി പറയത്തുമില്ല. നീതിയായത് ചെയ്യാൻ പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നില്ല? എത്രയോ കമാൻഡുകളാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മളോട് ദൈവം കേൾപ്പിച്ചത്. ആ കമാൻഡ് വല്ലവരും നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകളെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കൽപ്പനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ നിൻ്റെ രാജ്യത്വം, അതായത് എനിക്കുള്ള രാജ്ഞി പദവിക്കാണ് നഷ്ടം വരുന്നത്, വേറൊന്നും വരുന്നില്ല. അങ്ങനെ അത് സംഭവിച്ചു. അപ്പോൾ ഈ സബ്മിഷൻ ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ നോ ലോങ്ങർ ഡു വാട്ട് ദേ വാണ്ട് ടു ഡു ബിക്കോസ് ദേ ഹാവ് ബീൻ ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് സമൺ എൽസ്. രാജാവിൻ്റെ അധീനതയിൽ രാജാവിൻ്റെ ചട്ടപ്രകാരം ജീവിക്കേണ്ട രാജ്ഞി. ഇത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം. ഭാര്യയും ഭർത്താക്കന്മാരും ഈ സബ്മിഷൻ അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്നത് ഒരു അപാകതയായിട്ട് മനുഷ്യൻ കാണുന്നുണ്ട്. ദൈവം അങ്ങനെയല്ല കാണുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം പുരുഷനും സ്ത്രീയെയും പുരുഷനിൽ നിന്ന് സ്ത്രീയുണ്ട് രണ്ടുപേരെയും ദൈവത്തിന് സ്നേഹമുള്ള വിധത്തിൽ പുരുഷന് കൂട്ടായിട്ടും സ്ത്രീ പുരുഷന് തുണയായിട്ടും നിന്ന് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഒരു സമർപ്പണ ജീവിതം രണ്ടുപേരിലും വരണം. കാരണം ടു ബി ഇൻ അതോറിറ്റി യു ഹാവ് ടു ബി അണ്ടർ അതോറിറ്റി. ഭർത്താക്കന്മാർ ദൈവത്തിന് സബ്മിസീവ് ആകണം. ഭാര്യ ഭർത്താവിനെ സബ്മിസീവായിട്ട് ജീവിക്കണം. മക്കള് അപ്പനമ്മമാർക്ക് ഈ നിയമം മാറിയിച്ച് എന്ത് ചെയ്താലും ഒരു കാര്യവും ശരിയാകത്തില്ല. വി ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. അപ്പോൾ ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ഒരു നല്ല വാക്കായിട്ട് കാണണം. ചില ഭാര്യമാർ എൻ്റെ ഭർത്താവ് അത് പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഉറയ്ക്കും. ഞാനൊരു മൂർത്തി എന്ന് പറയുന്ന ഇൻഫോസിസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് എനിക്ക് സൂര്യനാണ്, അദ്ദേഹത്തിൻ്റെ പ്രകാശം ചന്ദ്രനാകുന്ന എൻ്റെ മേൽ പതിക്കുമ്പം ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അവർ വിശ്വാസിയല്ല, പക്ഷെ എന്ത് ഭംഗിയായിട്ടത് പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെയാണോ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഭർത്താക്കന്മാർ ദൈവം നിയോഗിച്ചവരാണെന്നും അവർക്ക് സബ്മിസീവായിട്ട് നിന്നാൽ എൻ്റെ കുടുംബത്തിന് ഐശ്വര്യമാകുമെന്നും എന്ന് പറഞ്ഞ് കാര്യപ്രാപ്തിയോട് ചെയ്യരുതെന്നല്ല, രണ്ടുപേരും അന്യോന്യം നോക്കിക്കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ തലമുറയ്ക്ക് ഐശ്വര്യം വരും. അത് ഒരു തലമുറ വരെ ഇപ്പോഴുണ്ട്. അടുത്ത തലമുറയിൽ വരുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഒരു കവനൻ്റായിട്ട് ദൈവത്തിന് എൻ്റർ ചെയ്യുന്നതിന് പകരം കോൺട്രാക്റ്റാണ്. കല്യാണത്തിന് മുൻപേ കല്യാണം നിൽക്കുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്താൽ ഇത്ര കാശ് ഭർത്താവ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഉടമ്പടിയല്ല, കരാർ എഴുതിയിട്ടാണ് കല്യാണത്തിന് പോലും പുറത്തുള്ള രാജ്യങ്ങളിൽ കയറുന്നത്. എവിടെ ദൈവത്തിൻ്റെ സബ്മിഷൻ? എങ്ങനെ നിലനിൽക്കണം പറ? ദൈവനിയമത്തിനെതിരായിട്ട് ചെയ്യുന്ന ഒന്നും നിലനിൽക്കത്തില്ല. പവർ ഓഫ് സബ്മിഷൻ. സബ്മിഷൻ്റെ സിനോണിമസ് നെയിംസ് എന്ന് പറയുന്നത് സറണ്ടർ, ഈൽഡിങ്, ഗിവിങ് ഇൻ, കേവ്. ദർ ഈസ് പവർ ഇൻ സബ്മിഷൻ. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം, അതിന് വിധേയത്വം കൊടുക്കണം. നീ ഏത് ചർച്ചിലോ സഭയിലോ പോകുന്നു അവിടെ അനുസരണമായിട്ട് നിൽക്കുക. അതെല്ലാം ചേരുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. നോബഡി ഈസ് കമ്പല്ലിങ്, ബട്ട് ആസ് ലോങ് ആസ് യു ആർ ദെയർ, ബി ദെയർ. അത് ഭവനത്തിൽ അത് കൊണ്ടുവരണം. അപ്പനമ്മമാർ മക്കളെ പഠിപ്പിച്ചെടുക്കണം. ദെയർ ഈസ് പവർ ഇൻ സബ്മിഷൻ. സമർപ്പണ ജീവിതം അതൊരു അനുഗ്രഹ ജീവിതം. യേശുക്രിസ്തു പോലും പിതാവ് പറഞ്ഞതിന് ഒരു അല്പം പോലും മാറി ജീവിച്ചില്ല. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സമർപ്പണം കാണിച്ചു കൊടുത്തു. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പിതാവ് പറഞ്ഞതെന്ന് ഇടതൊട്ടോ വലതൊട്ടോ മാറിയില്ല.
ക്രൂശ് മരണത്തിന് മുമ്പ് കരഞ്ഞു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഇത് എടുത്തു കളയാം. പിതാവ് അനങ്ങിയില്ല. പിന്നെ യേശു എന്താ പ്രാർത്ഥിച്ചത്? നിൻ്റെ ഇഷ്ടം. അതൊരു സബ്മിഷനാണ്. ദിസ് സബ്മിഷൻ ഷുഡ് ബി ടേക്കൺ സീരിയസ്ലി. ദൈവം സമർപ്പണ ജീവിതം കുടുംബങ്ങളിൽ തന്ന ഐശ്വര്യവും സമൃദ്ധിയും അനുഗ്രഹവും ദൈവം നമുക്കുണ്ടാക്കി തരട്ടെ. യഹോവാഭക്തനായ പുരുഷനാൽ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം അവനെ കാണിച്ചു കൊടുക്കും. അവനെ അവിടെ സുഖമായിട്ട് ജീവിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. അപ്പോൾ ഒരാൾ വസ്തിരാജ്ഞി സബ്മിസീവ് അല്ലാഞ്ഞതിനാൽ അത് ദൈവനിയോഗപ്രകാരമായിരിക്കാം. അവളെ പിന്നെ രാജാവിൻ്റെ മുമ്പിൽ കാണിക്കുന്നില്ല. എന്നാൽ രാജാവ് പിറ്റേ ദിവസം സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ അതിന് പകരമാണ് പിന്നെ എസ്തേർ വരുന്നത്. ചരിത്രം മാറുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളെ ഏൽപ്പിച്ച ജോലി കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധിയോടും സമർപ്പണ ബോധത്തോടും കൂടെ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, സമർപ്പണം എന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ദൈവത്തെ അനുസരിക്കാതെ എങ്ങനെ അനുഗ്രഹം വരും? പുരുഷന്മാർ ദൈവത്തെ അനുസരിക്കണം. പുരുഷൻ ദൈവത്തിൻ്റെ സമർപ്പണ ജീവിതം, സ്ത്രീകൾ പുരുഷനോടി സമർപ്പിച്ച് ജീവിക്കണം. അപ്പനമ്മമാരുടെ ജീവിതത്തിൽ മക്കൾ അപ്പനമ്മമാർക്ക് സമർപ്പണ ജീവിതം കൊടുക്കണം. തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കണം. ഇതൊക്കെ നീ ഉണ്ടാക്കി വെച്ച നിയമമാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവിൽ പിതാവ് പറയുന്നതിൻ്റെ ഒരു ഇഞ്ച് പോലും പുത്രൻ തമ്പുരാൻ മാറിയില്ല. പിതാവും പുത്രനും ഒരുപോലെ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പം എത്രയോ സ്നേഹമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അവർക്ക് ഒരേപോലെ ചിന്തിക്കാനും ഒരുപോലെ പ്രവർത്തിക്കാനും കൊടുത്ത കഴിവ്, അതുപോലെ ഞങ്ങൾക്കും ദൈവനാമത്തിൽ സമർപ്പണബോധത്തോടുകൂടി എന്നെക്കാട്ടിലും നന്മ മറ്റുള്ളവർക്ക് വരണമെന്നുള്ള ചിന്തയോടെ ഞാൻ ഭർത്താവ് പറയുന്നത് അനുസരിക്കണമെന്നും മക്കൾ അപ്പനമ്മയെ അനുസരിച്ച് വളരണമെന്നുള്ള ബോധം ഞങ്ങളുടെ തലമുറകൾക്ക് ഇട്ട് തരണം. അതിൽ മാറിപ്പോകുന്ന പിച്ച അത് ഇട്ട് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ അതിനുള്ള ആളുകളെ ഒരുക്കും. കുറച്ച് പേരുടെ എങ്കിലും ഹൃദയത്തിൽ ഈ സമർപ്പണ ജീവിതം ഇട്ടുകൊടുത്ത് there is no love if there is no sacrifice. അത് സമർപ്പണമില്ലാതെ എവിടെയാണ് സ്നേഹം വരുന്നത്? എൻ്റെ കാര്യം മാത്രം നേടാൻ എവിടെയാച്ചാൽ സ്നേഹം. അതുകൊണ്ട് സമർപ്പണമായ ഒരു ജീവിതം, നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് വിശുദ്ധിയോടെ പൂർത്തീകരിച്ചെടുക്കാൻ ഞങ്ങളെയും തലമുറകളെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളിലും ഇതൊരു അനുഗ്രഹമായിട്ട് വരട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.